ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ഡൽഹി സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി. നിലവിലെ സുരക്ഷാ സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി. സ്ഫോടനത്തിന് ഉത്തരവാദികളായ മുഴുവൻ പേരെയും കണ്ടെത്താൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ചുവപ്പ് കോട്ടയ്ക്ക് സമീപം ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ 8 പേരാണ് മരിച്ചത്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമെമ്പാടും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാൻ സന്ദർശനത്തിനിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. അതേസമയം ഡൽഹി സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ യാതൊരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്തും ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കി. പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന യാത്രക്കാർക്കുള്ള സുരക്ഷാ പരിശോധന വർദ്ധിപ്പിച്ചു. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ ഇന്ന് സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 6 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ബിജാപൂർ ദേശീയോദ്യാന പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. പ്രദേശത്ത് നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ 5 മണിവരെ 67.14% പോളിംഗ് രേഖപ്പെടുത്തി. 20 ജില്ലകളിലെ 122 നിയമസഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ഈ മാസം 6-ന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 65.08% പോളിംഗ്. 2 ഘട്ടങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ വെള്ളിയാഴ്ച നടക്കും. ബീഹാറിൽ തുടർ ഭരണമുണ്ടാകുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. സ്വകാര്യ വാർത്താ ചാനലുകൾ പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് JDUവിന്റെ നേതൃത്വത്തിലുള്ള NDA വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് സൂചന. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിവരെ 1,15,83,226 എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. തദ്ദേശ തിരഞ്ഞെടുപ്പ് SIRനെ ബാധിക്കില്ലെന്നും വോട്ടർമാർ ഓൺലൈൻ സംവിധാനം ഫലപ്രദമായി വിനിയോഗിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വെള്ളിയാഴ്ച പ്രസിദ്ധീകരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ 22 നടക്കും. 2 ഘട്ടങ്ങളിലായി ഡിസംബർ 9-നും 11-നുമാണ് വോട്ടെടുപ്പ്. അടുത്ത മാസം 13-നാണ് വോട്ടെണ്ണൽ. അബുദാബി കിരീടാവകാശിയും അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയേദ് അൽ നഹ്യാനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ കേരളവും UAEയും തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കുക, സാമ്പത്തിക വികസന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് തിരുവനന്തപുരത്താണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. N വാസുവിനെ പത്തനംതിട്ട ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി. പ്രശസ്തമായ മണ്ണാറശാല ആയില്യം നാളെ. ആയില്യ മഹോത്സവം പ്രമാണിച്ച് നാളെ ആലപ്പുഴ ജില്ലയിൽ പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട്. KSRTC പ്രത്യേക സർവീസുകളും സജ്ജമാക്കി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. 6ാമത് ദേശീയ ജല പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. ഈ മാസം 18-ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ 10 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. നോയിഡയിലെ നിതാരി കൂട്ടക്കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട അവസാനത്തെ കേസിൽ സുരേന്ദ്ര കോലിയെ സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കി. സുരേന്ദ്ര കോലിയുടെ തിരുത്തൽ ഹർജി അംഗീകരിച്ചാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. ബാക്കിയുള്ള 12 കേസുകളിലും സുരേന്ദ്ര കോലിയെ നേരത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ഹരിത ഹൈഡ്രജന്റെ ഉൽപ്പാദനം, ഉപഭോഗം, കയറ്റുമതി എന്നിവയുടെ ആഗോള കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. മാലിന്യ വസ്തുക്കൾ ഉപയോഗിച്ച് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും ന്യൂഡൽഹിയിൽ നടന്ന ഗ്രീൻ ഹൈഡ്രജനെക്കുറിച്ചുള്ള 3-ാം അന്താരാഷ്ട്ര സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ഗോത്ര പാരമ്പര്യങ്ങളെ സംരക്ഷിക്കേണ്ടത് ജനങ്ങളുടെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി താക്കൂർ. ജൻജാതീയ ഗൗരവ് വർഷ് ആഘോഷങ്ങളുടെ ഭാഗമായി ന്യൂഡൽഹിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.